കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൻ കെ മുരളീധരനും മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായിരുന്ന സീതി ഹാജിയുടെ മകൻ പി കെ ബഷീറും ഒരുമിച്ച് മന്ത്രിസഭയിലെത്തുമ്പോൾ നിരവധി സവിശേഷതകളും രാഷ്ട്രീയ കൗതുകങ്ങളുമുണ്ട്. മുൻ തലമുറയുടെ ആത്മബന്ധവും പാരമ്പര്യവുമാണ് ഇതിൽ പ്രധാനം. കെ കരുണാകരനും സീതി ഹാജിയും UDF രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായും രാഷ്ട്രീയമായും ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന നേതാക്കളായിരുന്നു. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും കരുണാകരന്റെ ഏറ്റവും ശക്തനായ കാവലാളും പ്രതിരോധ നിരയുമായിരുന്നു നിയമസഭയിലെ മുസ്ലിം ലീഗിന്റെ ചീഫ് വിപ്പായിരുന്ന സീതി ഹാജി. കരുണാകരനെ രാഷ്ട്രീയമായി പ്രതിപക്ഷം ആക്രമിക്കുമ്പോൾ ഹാസ്യത്തിൽ പൊതിഞ്ഞ മൂർച്ചയേറിയ മറുപടികളിലൂടെ സഭയെ കയ്യിലെടുക്കാൻ സീതി ഹാജിക്ക് കഴിഞ്ഞിരുന്നു. ആ പഴയ സൗഹൃദ ബന്ധത്തിന്റെ തുടർച്ചയായാണ് അവരുടെ മക്കളിലൂടെ അടുത്ത തലമുറയിലെ മന്ത്രിസഭയിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. കെ മുരളീധരൻ മുൻപ് AK ആന്റണി മന്ത്രിസഭയിൽ അല്പകാലം വൈദ്യുതി മന്ത്രിയായിരുന്നുവെങ്കിലും പി കെ ബഷീർ ആദ്യമായാണ് മന്ത്രിസഭയിലെത്തുന്നത്. പിതാക്കന്മാർ ഒരുമിച്ച് ഭരണം നിയന്ത്രിക്കുകയും UDF മുന്നണി കെട്ടിപ്പടുക്കുകയും ചെയ്ത ചരിത്രമുള്ളപ്പോൾ അവരുടെ മക്കൾ ഒരേ മന്ത്രിസഭയിൽ സഹപ്രവർത്തകരായി ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു എന്നത് മുന്നണി രാഷ്ട്രീയത്തിലെ അപൂർവമായൊരു തലമുറ മാറ്റത്തിന്റെ ചിത്രമാണ്. കെ കരുണാകരന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയും പാർട്ടി അണികളെ ആവേശം കൊള്ളിക്കുന്ന ശൈലിയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവവും അതേപടി നിലനിർത്തുന്ന നേതാവാണ് കെ മുരളീധരൻ. പിതാവ് സീതി ഹാജിയെ പോലെ തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ മലബാർ ശൈലിയുള്ള നർമ്മം കലർന്ന പ്രസംഗങ്ങളിലൂടെയും കടുത്ത രാഷ്ട്രീയ നിലപാടുകളിലൂടെയും ശ്രദ്ധേയനായ ജനകീയ നേതാവാണ് പി കെ ബഷീർ. രണ്ടുപേരും രാഷ്ട്രീയമായി മലബാറുമായി അടുത്ത ബന്ധമുള്ളവരാണ്. കെ മുരളീധരൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ നേതാവാണ്. പി കെ ബഷീർ ആകട്ടെ മലപ്പുറത്തെ ഏറനാട് മണ്ഡലത്തെ പ്രതികരിക്കുന്ന ലീഗിൻ്റെ മുഖവും. ലീഗും കോൺഗ്രസും തമ്മിലുള്ള മലബാറിലെ അടിത്തട്ട് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ രണ്ട് നേതാക്കളുടെയും മന്ത്രിസഭാ പ്രവേശനത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെ. പി കെ ബഷീർ തൻ്റെ സവിശേഷമായ മലപ്പുറം ശൈലിയുള്ള പ്രസംഗങ്ങളിലൂടെയും കൗണ്ടറുകളിലൂടെയും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഏറെ ശ്രദ്ധിക്കപ്പെട്ടുള്ള നേതാവാണ്. സഭയിലെ ഗൗരവമേറിയ ചർച്ചകളെപ്പോലും ചിരിയിൽ മുക്കുന്ന എന്നാൽ കൃത്യമായ രാഷ്ട്രീയ വിമർശനമടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ പലതും നാട്ടിൽ പാട്ടാണ്. പലപ്പോഴും എതിരാളികളെ വ്യക്തിപരമായി ആക്ഷേപിക്കാതെ എന്നാൽ കേൾക്കുന്നവർക്ക് ചിരിയും ചിന്തയും നൽകുന്ന രീതിയിലാണ് മുരളീധരന്റെ പരിഹാസങ്ങൾ. പുതിയ സഭയിൽ വേറിട്ട ശബ്ദമായി ഇരു മന്ത്രിമാരെയും മലയാളി കേൾക്കും.